അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഓ ആദം നബിയെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങൾ ഈ സ്വർഗലോകത്ത് നിന്ന് ഇറങ്ങിപ്പോകണം. നിങ്ങൾക്കുള്ള നിർഭയത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളെ ഭൂമിലോകത്തേക്ക് ഞാനാണ് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിലോകത്തേക്ക് ഇറങ്ങിപ്പോകണം. നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം തരാമെന്ന് നിങ്ങളുടെ ഉത്തരവാദിത്വം മുഴുവനും, അതായത് ആദം സന്തതികളാകുന്ന നമ്മുടെ മുഴുവനും ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു എന്ന് അവിടുന്ന് പരിശുദ്ധ ഖുർആനിൽ വിളിച്ചു പറയുമ്പോൾ, ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്ന് നമ്മളുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ആദം സന്തതികളാണ്. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഭയത്തിലും പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും മാത്രമുള്ള ഈ ഭൂമി ലോകത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് വളരെ പ്രയാസത്തോടുകൂടി നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുഃഖങ്ങൾ നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണ്, അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുന്നവരാണ്, സദഖ നൽകുന്നവരാണ്. പിന്നെ എന്തിനാണ് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പരീക്ഷണം നൽകുന്നത്? മുസ്ലിമീങ്ങളെ ജീവനോട് കരിച്ചു കളയുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടവരാണ്. ഈ അണഞ്ഞ കാലത്ത് നമ്മൾ കണ്ടവരാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടുകൂടി പച്ചയായ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടവരാണ്. പത്രശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മൾ ദൈനംദിനം കാണുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെന്തിനാണ് ഈ പരീക്ഷണങ്ങൾ? മുസ്ലിമാകുന്ന ഈ സമുദായത്തിന് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്? നമ്മെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾക്ക് നടുവിൽ ജീവിപ്പിക്കുന്നത്? അത് എന്തിനാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തെ കിറാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ സ്വഹാബ, നമ്മുടെ ഈമാൻ ഉറച്ചിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ തഖ്വയുണ്ടോ, നമുക്ക് ഈമാനുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ നമ്മളെയൊക്കെ ഭീതിയിലാഴ്ത്തിയ ചില സംഭവങ്ങൾ നടന്നത്. മുമ്പൊക്കെ നമ്മൾ വെറും പത്രങ്ങളിലൂടെയും അതായത് മാധ്യമങ്ങളിലൂടെയും മാത്രം കണ്ടുകൊണ്ടിരുന്ന, അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭൂകമ്പങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും കൊടുങ്കാറ്റടിച്ച സംഭവം, അതുപോലെ തന്നെ സുനാമി അടിച്ച സംഭവം, ഇത് മുഴുവനും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടവരാണ്. പല വെള്ളപ്പൊക്കത്തിൻ്റെ സംഭവം നമ്മൾ കണ്ടവരാണ്. ഇതൊക്കെ നമ്മൾ വായിച്ചവരാണ്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചവർ കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? ഇതൊന്നും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരില്ല. ഇതൊക്കെ അങ്ങാ ദൂരത്തുള്ള നാടുകളിലേ ഉള്ളത്. നമ്മുടെ നാട്ടിലേക്ക് ഒരിക്കലും ഇത് കടന്നു വരില്ല എന്ന് ചിന്തിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഈ അണഞ്ഞ സമയത്തല്ലേ നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിൽ ഭൂമികുലുക്കം സംഭവിച്ചത്. അതിന്റെ തീവ്രത എങ്ങാനും കൂടിയിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കണേ. അതിന്റെ തീവ്രത അല്പം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും എവിടെയായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിലേക്കും ഇതൊക്കെ കടന്നു വരും. അതുകൊണ്ട് ആരും സംശയിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വ ശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബത്തുൻ വ റബ്ബുൻ ഗഫൂർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു ഒരു നാടിനെ കുറിച്ച് ഖുർആനിൽ വിശദമായി പറയുന്നുണ്ട്. ആ നാടിനെ കുറിച്ച് പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. എങ്ങനെയുള്ള നാടെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മാത്രം ചെയ്തു കൊടുത്ത ഒരു നാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളുടെ പേമാരി മാത്രമാണ് ആ നാട്ടിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ അതാ ഒരു സ്ത്രീയെങ്ങാനും അതാ അവിടെ നിന്നതാ നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളുള്ള ഒരു തോട്ടത്തിലൂടെ നടന്നു പോയാൽ ആ പെണ്ണിന്റെ തലയിൽ, ആ സ്ത്രീയുടെ തലയിൽ ഒരു കൊട്ടയും ചുമന്നാണ് നടക്കുന്നതെങ്കിൽ അതാ മരത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളുണ്ടല്ലോ, അത് മുഴുവനും തനിയതാ പെണ്ണിന്റെ തലയിലിരിക്കുന്ന കൊട്ട പോലും അതാ അതിലേക്ക് തനിയെ വന്നുകൊണ്ട് നിറഞ്ഞു കവിയുമായിരുന്നു എന്ന്. അത്രക്കും മനോഹരമായ ഒരു നാടിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? മനോഹരമായ നാടിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ്. ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധികളില്ല. ആ നാട്ടിൽ യാതൊരു രോഗവുമില്ല. അവിടെ നിന്നതാ രോഗം വരുത്തുന്ന ഒരൊറ്റ ജീവികളും ആ നാട്ടിലില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ലം യകും യഊദും വലാ ദുബാബ്, ലം യകും ബദൂദും വലാ ദുബാബുൻ. ആ നാട്ടിൽ ഒരു ഈച്ചയില്ല, ആ നാട്ടിൽ ഒരു കൊതുകില്ല, ആ നാട്ടിൽ ഒരു പാമ്പുകളോ അതുപോലെ തന്നെ ക്ഷുദ്രജീവികളോ ആ നാട്ടിലില്ല. അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ്, അവിടെ എല്ലാവർക്കും സമ്പത്തുണ്ട്, അവിടെ ആർക്കും രോഗമില്ല, എല്ലാവർക്കും ആരോഗ്യമാണ് ആ നാട്ടിലുള്ളത്. എന്തെങ്കിലും ഒരു അണുക്കളെ രോഗം പരത്തുന്ന ഒരു വൈറസ് എങ്ങാനും ആ നാട്ടിലേക്ക് കടന്നാൽ, ആ നാട്ടിലേക്ക് എങ്ങാനും ജനങ്ങളുടെ ഇടയിലേക്ക് ആ രോഗാണുക്കൾ കടന്നു ചെന്നാൽ ആ നാടിന്റെ കാലാവസ്ഥ അതിനെ നശിപ്പിച്ചു കളയുമെന്ന്